ഒരിക്കൽ സൂഫി ഗുരു ഒരു മനോഹരമായൊരു കഥ പറഞ്ഞു തന്നു. ഒരു മൂർഖമ്പാമ്പിൻ്റെ കഥ. മൂർഖമ്പാമ്പിൻ്റെ കുട്ടികളോട് തള്ളപ്പാമ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഉഗ്ര വിഷമുള്ള ജീവികളാണ്. നിങ്ങൾ ആരെ ഒന്ന് സ്പർശിച്ചാലും ആരെ കൊത്തിക്കഴിഞ്ഞാലും ഒരു 8 അടി പോകുമ്പോഴേക്കും അവർ മരിച്ചു വീഴും. നിങ്ങൾ ഭയങ്കര ശക്തരാണ് എന്നൊക്കെ ഈ തള്ളപ്പാമ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ കൂട്ടത്തിലെ ഒരു കുസൃതിയുള്ളൊരു മൂർഖമ്പാമ്പുണ്ട്, ഒരു കുട്ടി. ഓൻക്കിട്ട് തോന്നി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഉറപ്പിക്കണമല്ലോ. അങ്ങനെ മൂപ്പരിങ്ങനെ പോകുമ്പോൾ ഒരു പുഴവക്കത്ത് ഒരു മണ്ണാത്തി ഇന്ന് അലക്കുന്നുണ്ട്. ആ അലക്കുന്ന മണ്ണാത്തി ഒന്ന് കുത്തിയാലോ എന്ന് കരുതി അങ്ങനെ വെള്ളത്തിലൂടെ വന്ന് ഈ ഒരു മണ്ണാത്തിയുടെ കാലിൽ ഒരൊറ്റ കൊത്തി. ഒന്നും സംഭവിച്ചില്ല. മണ്ണാത്തി കാലൊന്നിങ്ങനെ വലിച്ചു, അലക്കാൻ തുടങ്ങി. മണ്ണാത്തി അങ്ങനെ നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് വീട്ടിൽ പോയി. അപ്പോൾ ഈ പാമ്പിന് സംശയം, അമ്മ എന്നെ പറ്റിച്ചതാണല്ലേ. ഉടൻ തന്നെ ഈ മൂർഖൻ പാമ്പ് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ, അത് എന്നെ പറ്റിച്ചതാണല്ലേ. ഞാൻ കൊത്തിയപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് ഒരു കൊത്തിയിട്ടൊരു 8 അടി നീളുമ്പോഴേക്ക് അവരൊക്കെ മരിച്ചു വീഴും. ആ ഒരു മണ്ണാത്തി പെണ്ണ് ഒരു കുഴപ്പമില്ല, അവരങ്ങനെ പോയി. അപ്പോൾ ഈ അമ്മ പാമ്പ് പറഞ്ഞു, കുഞ്ഞെ, നിനക്കാണ് തെറ്റുപറ്റിയത്. നീ വെള്ളത്തിലൂടെ ചെന്നിട്ട് ആ മണ്ണാത്തിയുടെ കാലിൽ കൊത്തിയപ്പോൾ മണ്ണാത്തി കരുതിയത് എന്തോ ഒരു നീർക്കോലിയാണെന്നാണ്. അപ്പോൾ മണ്ണാത്തിയുടെ വിശ്വാസത്തിൽ അത് നീർക്കോലി ആയതുകൊണ്ട് തന്നെ മൈൻഡ് ഫുൾ എന്തായിരുന്നു, അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലായിരുന്നു. നീ ആരാണെന്നുള്ളത് മണ്ണാത്തിക്ക് അറിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യ്, മണ്ണാത്തി ആ ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ തോരടുന്നുണ്ടാവും, അവിടെ ചെന്നിട്ട് ഒന്നങ്ങോട്ട് പത്തി വിടർത്തിയിട്ട് നിൽക്ക്, അവരൊന്ന് പേടിപ്പിക്കുക, എന്നിട്ടൊരു കൊത്തൊന്ന് കൊത്തി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൂർഖൻ പാമ്പ് അവിടെ ചെന്നു. അപ്പോൾ മണ്ണാത്തി ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ അലക്കി ഇടുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു സീൽക്കാരം അങ്ങനെ അങ്ങോട്ട് നിന്നു. മണ്ണാത്തി അങ്ങോട്ട് ഷോക്കായിപ്പോയി. ഒരൊറ്റ കൊത്തങ്ങോട്ട് കൊത്തി മിനിറ്റുകൾക്കകം ആ മണ്ണാത്തി മരിച്ചു വീണു. ഈ കഥ നമുക്കൊരു വലിയൊരു പാഠമാണ്. നമ്മുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാവണം. നമ്മുടെ പവർ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. പലപ്പോഴും നമ്മുടെ ദാമ്പത്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്നുള്ളത് മറ്റയാൾക്ക് അറിയില്ല. അറിയാത്തിടത്തോളം കാലം അവർക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല. സ്വന്തം ഭാര്യ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെയോ കഴിവുകളും നമ്മുടെ സ്വഭാവ മഹിമകളും അവൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ അല്ലെങ്കിൽ താത്തയോ നമ്മളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തോ ഒരു സ്വഭാവ ഗുണം അവർക്കറിഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അറിയിക്കേണ്ട ആളുകളെ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അറിയിക്കുക. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ.